മാധവൻ ഒരു ചെറിയ കമ്പനിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. പ്രായമായ അമ്മയും ഭാര്യയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ മീനാക്ഷിയും അടങ്ങുന്നതായിരുന്നു അയാളുടെ ലോകം. കഠിനമായ ജോലിഭാരവും രാത്രി ഷിഫ്റ്റുകളിലെ ഉറക്കമില്ലായ്മയും കാരണം ക്ഷീണം മാറാനാണ് മാധവൻ ആദ്യം ലഹരി ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ പതുക്കെ അത് കടുത്ത മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും വഴിമാറി. ലഹരി മാധവനെ പൂർണ്ണമായും മാറ്റിമറിച്ചു. വീട്ടിലെ സമാധാനം തകർന്നു. മീനാക്ഷിക്ക് പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങാൻ വെച്ചിരുന്ന പണം പോലും മാധവൻ ലഹരിക്കായി തട്ടിയെടുക്കാൻ തുടങ്ങി. ചോദിക്കാൻ ചെന്ന ഭാര്യയെ അയാൾ ക്രൂരമായി ഉപദ്രവിച്ചു. അച്ഛനെ ജീവനായിരുന്നു മീനാക്ഷിക്ക്. എന്നാൽ ഇപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ അവൾ ഭയത്തോടെ മുറിക്കുള്ളിൽ ഓടി ഒളിക്കുമായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച് മീനാക്ഷിയുടെ ക്ലാസ്സിൽ ഒരു ചിത്രരചന മത്സരം നടന്നു. എൻ്റെ കുടുംബം എന്നതായിരുന്നു വിഷയം. മീനാക്ഷി വരച്ചത് കയ്യിലൊരു ലഹരി കുപ്പിയുമായി അമ്മയെ അടിക്കാൻ ഓടിക്കുന്ന അച്ഛൻ്റെയും ഭയന്നു കരയുന്ന മകളുടെയും ചിത്രമായിരുന്നു. സ്കൂളിലെ അധ്യാപകർ ഈ ചിത്രം കണ്ട് മാധവനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. അധ്യാപകർ ആ ചിത്രം മാധവന്റെ കയ്യിൽ കൊടുത്തു. സ്വന്തം മകളുടെ കണ്ണിൽ താൻ ഒരു ക്രൂരനായ രാക്ഷസനാണ് എന്ന തിരിച്ചറിവ് അയാളുടെ നെഞ്ചു തകർത്തു. മകൾ തൻ്റെ അരികിലേക്ക് വരാൻ പോലും ഭയപ്പെടുന്നത് കണ്ടപ്പോൾ മാധവൻ പൊട്ടിക്കരഞ്ഞു പോയി. ലഹരി തൻ്റെ കുടുംബത്തെ എത്രത്തോളം തകർത്തുവെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ലഹരി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഭാര്യയും മക്കളും പിന്തുണയോടെ അയാൾ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ചികിത്സ തേടി. ലഹരിയുടെ പിൻവലിയിൽ ലക്ഷണങ്ങൾ അയാളെ ശാരീരികമായി ഒരുപാട് തളർത്തിയെങ്കിലും മകളുടെ ചിത്രം അയാളെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം മാധവൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തി. ഇന്ന് മീനാക്ഷി വരച്ച പുതിയ ചിത്രത്തിൽ അച്ഛൻ അവളുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. സ്നേഹത്തിനും കുടുംബത്തിനും മുന്നിൽ ലഹരി തോറ്റുപോയ നിമിഷം. മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ: കൂട്ടുകാരുടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, വിഷാദം, ഏകാന്തത, കൗതുകം, കുടുംബ പ്രശ്നങ്ങൾ. ഇനി ലക്ഷണങ്ങൾ പറയാം. പെരുമാറ്റത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, പഠനത്തിലോ ജോലിയിലോ താല്പര്യം കുറയുക, ഉറക്കവും ഭക്ഷണവും മാറുക, ദേഷ്യം, അസ്വസ്ഥത, പണം അധികമായി ആവശ്യപ്പെടുക, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുക. മയക്കുമരുന്ന് ഒരു വ്യക്തിയുടെ ഭാവിയെ തകർക്കാം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്നത് വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഒന്നടക്കം തകർക്കുന്ന വിപത്താണ്. കൗതുകത്തോടെയോ മാനസിക വിഷമങ്ങൾ മറക്കാനോ തുടങ്ങുന്ന ഈ ശീലം ജീവിതം തന്നെ ഇല്ലാതാക്കുന്നു. ലഹരിയുടെ കെണിയിൽ പെട്ടുപോയവരെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് ശരിയായ ചികിത്സയുണ്ട്. കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ സഹായം, കുടുംബത്തിൻ്റെ പിന്തുണ എന്നിവയിലൂടെ ആർക്കും പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മോചനം നേടാം. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. നമുക്കൊരുമിച്ച് ലഹരിക്കെതിരെ പോരാടാം. വരും തലമുറയെ സംരക്ഷിക്കാം.